സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് അത് അവസാനത്തെ മണിക്കൂറിലാണ്. ഇനി കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 45 മിനിറ്റ് മാത്രമാണ് 6 മണിയാകാൻ ഉള്ളത്. മികച്ച പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 66.8 ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം. അപ്പോൾ അവസാന മണിക്കൂറിൽ ബൂത്തുകൾ ഇപ്പോൾ നീണ്ട നിരയാണ്. 6 മണിക്ക് ശേഷം വരി നിൽക്കുന്നവർക്ക് ടോക്കൺ കൊടുത്ത് വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കും. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. ചിലയിടങ്ങളിൽ കള്ളവോട്ട് ആരോപണങ്ങളും കണ്ടതുപോലെ പരാതികളും ഉയരുന്നുണ്ട്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്നും, അശ്വിൻ ആലപ്പുഴയിൽ നിന്നും നമ്മോടൊപ്പം, ഒപ്പം സജു ചാമക്കാലയും അങ്ങനെ ദീപക് ധർണവും നമ്മുടെ എല്ലാ പ്രതിനിധികളും ഒരേ സമയം ചേരുകയാണ്. ആദ്യം ആർ ശ്രീജിത്തിലേക്കാണ്, തിരുവനന്തപുരത്തേക്കാണ്. ശ്രീജിത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി, പക്ഷേ ക്യൂ നിൽക്കുന്ന ഓരോരുത്തർക്കും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവസരമുണ്ടാകും. ഏതാണ്ട് എത്രത്തോളം ഒരു വോട്ടിംഗ് ശതമാനമാണ് പ്രതീക്ഷിക്കുന്നത്, അനുമാനിക്കുന്നത്? സുഹൈല്, സംസ്ഥാനത്ത് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് പൂർത്തിയാക്കാൻ ഇനി 45 മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 66% പോളിംഗ് ശതമാനം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.75% സംസ്ഥാനത്തെ പോളിംഗ് നിരക്ക്. അതിനും അപ്പുറത്തേക്കുള്ള ഒരു പോളിംഗിലേക്ക് പോകുമോ എന്നാണ് അറിയാനുള്ളത്. എന്തായാലും അവസാന മണിക്കൂറുകളിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവിലെ ഒരു ബൂത്തിലാണ്. ഇവിടെ ബൂത്തുകളിൽ പോൾ ചെയ്യാൻ ആളില്ല, എന്നാൽ ഇവിടെ നേരിയ മഴയുണ്ട്. ആ മഴയും ഇടിമിന്നലും ഒക്കെ ഉള്ളതുകൊണ്ട് ആളുകളുടെ വരവ് അല്പം കുറഞ്ഞിട്ടുണ്ട്. പരമാവധി വോട്ടുകൾ ചെയ്തു തീർന്നു എന്നാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റും പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ബൂത്തുകൾ ഇപ്പോൾ ആളൊഴിഞ്ഞ അവസ്ഥയാണ്. ഈ വട്ടിയൂർക്കാവ് ഹൈസ്കൂളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ പോളിംഗ് ബൂത്തുകളിലൊക്കെ ആളുകൾ കുറഞ്ഞു തുടങ്ങി. പരമാവധി ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കാനുള്ള ഇടപെടൽ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിൽ അവർ നടത്തിയിട്ടുമുണ്ട്. 6 മണിവരെ പോളിംഗിന് സമയമുണ്ട്. 6 മണിക്ക് പോളിംഗ് ബൂത്തിൽ എത്തുന്ന ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും പ്രിസൈഡിംഗ് ഓഫീസർ ടോക്കൺ നൽകും. അങ്ങനെ 6 മണി കഴിഞ്ഞാലും അവർ ക്യൂ നീണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് വോട്ടിംഗ് രേഖപ്പെടുത്താനുള്ള ക്രമീകരണം ഉണ്ടാകുമെന്നാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതുകൊണ്ട് 6 മണി വരെ ക്യൂവിൽ വരുന്ന എല്ലാവർക്കും ടോക്കൺ ലഭിക്കും. ആർക്കും വോട്ട് ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉറപ്പ്. എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ബൂത്തുകളിൽ ഇവിടെ ഈ സ്കൂളിൽ വട്ടിയൂർക്കാവ് ഹൈസ്കൂളിൽ 5 ബൂത്തുകളുണ്ട്. ഈ 5 ബൂത്തുകളിലും ആൾത്തിരക്ക് നന്നേ കുറവാണ്. ഇവിടെ മഴയുണ്ട്. വൈകുന്നേരമായപ്പോഴത്തേക്കും ആളുകളുടെ ഒഴുക്ക് നന്നേ കുറഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും വാശിയേറിയൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ട്. ഇപ്പോൾ പോളിംഗ് ശതമാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2021 75% അപ്പുറത്തേക്ക് കടന്നുള്ളൊരു പോളിംഗ് വരുന്നത്. 2016 അത് 77% കഴിഞ്ഞ നമ്മുടെ കോവിഡ് സാഹചര്യം മറ്റും ഉള്ളതുകൊണ്ടാണ് പോളിംഗ് ശതമാനം 75.75%-75%-ലേക്ക് ഒതുങ്ങിയത്. എന്നാൽ ഇപ്പോൾ ഈ തവണ അതിനും അപ്പുറത്തേക്കുള്ളൊരു പോളിംഗ് ശതമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പൊതുവിൽ രാഷ്ട്രീയ മുന്നണികളും മറ്റും പ്രകടിപ്പിക്കുന്നത്. എന്തായാലും പോളിംഗ് ശതമാനത്തിൻ്റെ ഔദ്യോഗിക കണക്ക് ഇനി വരാനിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനിൽ ചെറിയ തകരാറുകളുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു അപ്ഡേഷൻ ഇപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസിൽ നമുക്ക് ലഭിക്കാത്തൊരു സാഹചര്യവും ഉണ്ട്. സുഹൈൽ, ശരി, എന്തായാലും ആരും അമാന്തിച്ച് നിൽക്കേണ്ട, മടിക്കേണ്ട. ഒരു ചായ കുടിച്ച് നേരെ ബൂത്തിലേക്ക് പോകണം. 6 മണിക്കൂർ ടോക്കൺ എടുത്ത് അവരുടെ 5 വർഷത്തിലുണ്ടാകുന്ന വോട്ട് രേഖപ്പെടുത്തണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.